ഹായ് ഓൾ, വെൽക്കം ടു PSC ബുക്ക് ഷെൽഫ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ SSCRT ജോഗ്രഫിയുടെ 7th ചാപ്റ്ററാണ്, മണലാരണ്യത്തിലൂടെ എന്ന ചാപ്റ്ററാണ്. ഓൾറെഡി ബാക്കി ഭൂപ്രകൃതികളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് മണലാരണ്യത്തിലൂടെ, അതായത് മരുഭൂമിയും അതുപോലെ തന്നെ തീരപ്രദേശവുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ മരുഭൂമിയെ കുറിച്ചാണ്. നമുക്ക് ഡയറക്റ്റ് ചാപ്റ്ററിലേക്ക് തന്നെ കിടക്കാം. ചാപ്റ്ററിൽ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബെന്യാമിന്റെ ആടുജീവിതത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവൽ, അതായത് ആടുജീവിതം എന്ന നോവൽ ആരുടേതാണ് എന്നുള്ളതാണ്. ബെന്യാമിൻ്റെത് ആണ്. ആ കോഡ്സിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല, കാരണം കോഡ്സ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ആടുജീവിതം ഫിലിമൊക്കെ കണ്ടവരല്ലേ. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ആടുജീവിതം എന്ന ആടുജീവിതം എന്ന നോവൽ എഴുതിയിരിക്കുന്നത് ആരാണ്? ബെന്യാമിനാണ്. നമുക്ക് എന്താണ് ഇനി മരുഭൂമി എന്ന് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, 25 സെന്റിമീറ്റർ താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് മരുഭൂമികൾ എന്ന് വിളിക്കുന്നത്. അതായത് മഴയുടെ അളവ് 25 സെന്റിമീറ്റർ താഴെ വരുന്ന എല്ലാ ഭൂപ്രദേശങ്ങളെയും നമ്മൾ മരുഭൂമി എന്നാണ് വിളിക്കുന്നത്. മരുഭൂമികൾ പ്രധാനമായും 2 തരത്തിലാണ് മരുഭൂമികൾ ഉള്ളത്. ഫസ്റ്റ് മരുഭൂമി എന്താണ്? ശീത മരുഭൂമി എന്ന് പറയുന്നു. രണ്ടാമത്തേത് എന്താണ്? ഉഷ്ണ മരുഭൂമി എന്ന് പറയുന്നത്. ഇതിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ശീതം എന്ന് വെച്ചാൽ തണുപ്പ് എന്നും ഉഷ്ണം എന്ന് വെച്ചാൽ ചൂടുമാണ്. ഇനി എന്താണ് അതെന്ന് നോക്കാം. ധ്രുവപ്രദേശങ്ങളിലും മീതോഷ്ണ പ്രദേശങ്ങളിലെ പർവ്വതങ്ങളിലും ഉയർന്ന പീഠഭൂമികളും വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന കൊടും തണുപ്പ് അനുഭവിക്കുന്ന പ്രദേശങ്ങളാണ് ശീത മരുഭൂമികൾ എന്ന് പറയുന്നത്. പൊതുവെ 15 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ വൻകരയുടെ പടിഞ്ഞാറു ഭാഗത്തായി കാണപ്പെടുന്ന വരണ്ടതും വളരെ ഉയർന്ന പകൽ താപനില അനുഭവപ്പെടുന്നതുമായ പ്രദേശങ്ങളാണ് ഉഷ്ണ മരുഭൂമികൾ എന്ന് പറയുന്നത്. ഇവിടെ രാത്രി താപം വളരെ കുറവായിരിക്കും. അതായത് പേരിൽ നിന്ന് തന്നെ ശീത മരുഭൂമി എന്ന് പറഞ്ഞാൽ പീഠഭൂമികളായിട്ട് കിടക്കുന്ന മഞ്ഞുമൂടിയ പ്രദേശങ്ങളാണ് ശീത മരുഭൂമികളെന്നും, ഉഷ്ണ മരുഭൂമികൾ എന്ന് വെച്ചാൽ പൊതുവെ 15 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ ചൂട് അനുഭവപ്പെടുന്ന 15 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശത്തിനിടയ്ക്ക് കിടക്കുന്ന വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന വരണ്ടതും വളരെ ഉയർന്ന പകൽ താപനില അനുഭവപ്പെടുന്നതുമായ പ്രദേശങ്ങളാണ് ഉഷ്ണ മരുഭൂമികൾ എന്ന് പറയുന്നത്. ഈ ഉഷ്ണ മരുഭൂമികളിൽ രാത്രി താപം വളരെ കുറവായിരിക്കും. അതിന്റെ മീനിങ് എന്താണ്? രാത്രി താപം വളരെ കുറവായിരിക്കും, പകല് നല്ല ചൂടുമായിരിക്കും അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഉഷ്ണ മരുഭൂമികളിൽ ദൈനിക താപാന്തരം വളരെ കൂടുതലാണ്. എന്താണ് ദൈനിക താപാന്തരം? ദൈനിക താപാന്തരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയിലെ താപനിലയും പകലിലെ താപനിലയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. പകല് വളരെ കൂടുതലും രാത്രി വളരെ കുറവായതുകൊണ്ട് തീർച്ചയായും ആ ഡിഫറൻസ് വലുതായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഉഷ്ണ മരുഭൂമികളിൽ ദൈനിക താപാന്തരം വളരെ കൂടുതലാണ്. ഓക്കെ, ഇനി നമ്മൾ മരുഭൂമി എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ പറയാറുള്ളത്? ഡെസേർട്ട് എന്ന പേരിലാണ് നമ്മൾ പറയാറുള്ളത്. മരുഭൂമിക്ക് ഇംഗ്ലീഷിൽ ഡെസേർട്ട് എന്ന പേരുണ്ടായത് ഡെസേർട്ടം എന്ന ലാറ്റിൻ പദം, ഓർത്തിരിക്കുക, ഡെസേർട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ്. അതിന്റെ മീനിങ് എന്താണ്? ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം എന്നാണ് അർത്ഥം. അതായത് മരുഭൂമി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ തന്നെ പറഞ്ഞത് അതൊരു മരുഭൂമിയാ, അങ്ങോട്ട് നോക്കിയിട്ട് കാര്യമില്ല. അതായത് ഉപേക്ഷിക്കപ്പെട്ട സ്ഥലമാണ്, അവിടെ പ്രത്യേകിച്ച് ഒരു ഫലഭൂയിഷ്ടമായ ഒരു സ്ഥലമല്ല, അതൊരു മരുഭൂമിയാണ്. അപ്പൊ അതിന്റെ മീനിങ് എന്ന് ഉപേക്ഷിക്കപ്പെട്ട സ്ഥലമാണ്. അപ്പൊ ഡെസേർട്ട് എന്ന പദത്തിന്റെ മീനിങ് എന്താണ്? ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം എന്നാണ്. ഇനി മരുഭൂമികളെ കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ എന്താണ് പറയുന്നത്? എയറമോളജി എന്ന പേരിലാണ് മരുഭൂമികളെ പറ്റിയുള്ള പഠനം അറിയപ്പെടുന്നത്. മരുഭൂമികളെ പറ്റിയുള്ള പഠനം എന്താണ്? എയറമോളജി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി അല്ലെങ്കിൽ ഇന്ത്യയിലെ വിശാലമായ മരുഭൂമി ഏതാണ്? ഗ്രേറ്റ് ഇന്ത്യൻ മരുഭൂമി അഥവാ ഥാർ മരുഭൂമി എന്നറിയപ്പെടുന്ന ഉഷ്ണ മരുഭൂമിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട മരുഭൂമി എന്ന് പറയുന്നത്. ഇനി ഥാർ മരുഭൂമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമുക്കൊന്ന് ഭൂപടത്തിലേക്ക് പോകാം. ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഥാർ മരുഭൂമി എന്ന് പറയുന്നത് ഈ കിടക്കുന്നത്, അതായത് ഗുജറാത്തിന്റെ തൊട്ടു മുകളിലായി കാണപ്പെടുന്നത്. ഇതാണ് നമ്മുടെ ഥാർ മരുഭൂമി എന്ന് പറയുന്നത്, രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഥാർ മരുഭൂമി. ഈ ഥാർ മരുഭൂമിക്ക് വടക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന എന്താണ്? നമ്മുടെ സദ്ലജ് നദി, അതായത് സിന്ധു നദിയുടെ പോഷക നദിയായ സദ്ലജ് നദീതടമാണ് ഥാർ മരുഭൂമിയുടെ വടക്കായി സ്ഥിതി ചെയ്യുന്നത്. എങ്കിൽ ഥാർ മരുഭൂമിയുടെ പടിഞ്ഞാറേ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നതാണ് നമ്മുടെ സിന്ധു നദീതടം, അതായത് നമ്മുടെ പാകിസ്ഥാനിലൂടെ ഒഴുകുന്ന സിന്ധു നദീതടം.
ഇനി ഥാർ മരുഭൂമിയുടെ തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന റാൻ ഓഫ് കച്ച് ആണ്. അതിന്റെ കിഴക്ക് ഭാഗത്ത്, ഥാർ മരുഭൂമിയുടെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആരവല്ലി നിരകളുമാണ്. അതായത് സിന്ധു നദീതടത്തിനും സത്ലജ് നദീതടത്തിനും ആരവല്ലി നിരകൾക്കും റാൻ ഓഫ് കച്ചിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ഉഷ്ണ മരുഭൂമിയാണ് ഥാർ മരുഭൂമി എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവരിവിടെ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അതായത് ഥാർ മരുഭൂമിയുടെ വടക്ക് സത്ലജ് നദീതടം. എന്താണ് സത്ലജ് നദീതടം? കിഴക്ക് ആരവല്ലി പർവ്വത നിരകള്, പടിഞ്ഞാറ് സിന്ധു നദീതടം, തെക്ക് റാൻ ഓഫ് കച്ച്. അത് തന്നെയാണ് നമ്മൾ ഈ ഭൂപടത്തിൽ കണ്ടത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിലേക്ക് കിടക്കാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വിശാലമായ ഭൂപ്രദേശമാണ് ഥാർ മരുഭൂമി എന്ന് പറയുന്നത്. 2,00,000-ൽ പരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ മരുഭൂമിയുടെ ഏകദേശം 1.75 ചതുരശ്ര കിലോമീറ്ററും ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഥാർ മരുഭൂമിയുടെ 2 ഭാഗവും രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാക്കി ഭാഗം ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലും വ്യാപിച്ചു കിടക്കുന്നു. പാകിസ്ഥാനിലെ സിന്ധ്, പഞ്ചാബ് പ്രവിശ്യകളിലും ഥാർ മരുഭൂമിയുടെ തുടർച്ചയായി കാണാം. അതായത് ഥാർ മരുഭൂമി എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല, കാരണം രാജസ്ഥാൻ എന്ന് പറയുന്നത് നമ്മുടെ ബോർഡറാണ് പാകിസ്ഥാനുമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലും ഇന്ത്യയിലുമായിട്ടാണ് ഥാർ മരുഭൂമി വ്യാപിച്ചു കിടക്കുന്നത്. ഇന്ത്യയിൽ വ്യാപിച്ചു കിടക്കുന്ന ഥാർ മരുഭൂമിയുടെ 2/3 പോർഷനും സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ബാക്കി 1/3 പോർഷൻ ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു. ഇനി നമുക്ക് ഥാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് ഇടയാക്കിയ സാഹചര്യങ്ങൾ നോക്കാം. അതായത് ആ മരുഭൂമി രൂപീകരിക്കുന്നതിന് കാരണമായ സാഹചര്യം നോക്കാം. രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിൽ മഴ തീരെ കുറവാണ്. എന്താണ് അതിന് കാരണം? രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിൽ മഴ തീരെ കുറവാവാൻ കാരണം ഓൾറെഡി നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഇന്ത്യയുടെ മൺസൂൺ കാലാവസ്ഥയെ പറ്റി, അല്ലെങ്കിൽ ഇന്ത്യയുടെ കാലാവസ്ഥ. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വടക്ക് കിഴക്കൻ മൺസൂണും ഒക്കെ എങ്ങനെയാണ് ഇന്ത്യയുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നത്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി തന്നെ പഠിച്ചിരുന്നു. അത് ഞാൻ ഒന്നുകൂടി ക്ലാസ്സിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും ആ ക്ലാസ് കാണേണ്ടതാണ്. ജസ്റ്റ് ഇപ്പോൾ ഒന്ന് പറയാം. അറബിക്കടലിൽ നിന്നും വരുന്ന ഒരു ശാഖ, ആരവല്ലി പർവ്വത നിരകൾക്ക് സമാന്തരമായി, എന്താണ്, അറബിക്കടലിൽ നിന്നും വരുന്ന ഒരു ശാഖ ആരവല്ലി പർവ്വതനിര, അതായത് ഇവിടെ നിന്നും വരുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ ഒരു ശാഖ ആരവല്ലി പർവ്വതനിരയ്ക്ക് പാരലായിട്ട് സഞ്ചരിക്കുന്നു. അതായത് ഇവിടെ ആരവല്ലി പർവ്വതനിര നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് ഇങ്ങോട്ടേക്കുള്ള സഞ്ചാരം സാധ്യമല്ലാതെ പോകുന്നു. അപ്പോൾ തെക്കു പടിഞ്ഞാറൻ മൺസൂണിന് രൂപം കൊണ്ട ആ ഒരു ശാഖ, അറബിക്കടൽ ശാഖ എന്താണ്, ആരവല്ലി പർവ്വതനിരയ്ക്ക് താഴേക്ക് വന്നിട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്നു. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഈ കാണുന്ന ഥാർ മരുഭൂമിയുടെ ഈ ഒരു ഭൂപ്രദേശമുണ്ടല്ലോ, അവിടെ മഴ ലഭിക്കുകയില്ല. അതായത് മഴ നിഴൽ പ്രദേശമായിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ ഒരു ശാഖ ബംഗാൾ ഉൾക്കടലിലേക്ക് കിടക്കുന്നുണ്ട്. ആ ബംഗാൾ ഉൾക്കടലിലേക്ക് കിടക്കുന്നതും അതുപോലെ തന്നെ വന്നിട്ട് ഇവിടെ നമ്മുടെ പഞ്ചാബ്, ഹരിയാന പ്രദേശങ്ങളുണ്ട്. ഇവിടെ വെച്ച് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയും വരുന്നു. അത് നമ്മുടെ കാശ്മീർ താഴ്വാരയിലും അതുപോലെ തന്നെ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ധാരാളം മഴ ലഭിക്കുന്നു. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു ഭൂപ്രദേശം, അതായത് നമ്മുടെ രാജസ്ഥാന്റെ ഈ ഒരു ഭാഗം, ആരവല്ലി പർവ്വതനിരയ്ക്ക് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഭാഗം ഒരു മഴ നിഴൽ പ്രദേശമായി സ്ഥിതി ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഥാർ മരുഭൂമി ആയി മാറുന്നത്. അതായത് മഴ ലഭിക്കുന്നില്ല അവിടെ. നമുക്കറിയാവുന്നൊരു കാര്യം തന്നെയാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണെന്നുള്ള കാര്യം. തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ 2 ശാഖകളും രാജസ്ഥാനിലേക്ക് സ്പർശിക്കുന്നില്ല. രാജസ്ഥാനിലെ ഥാർ മരുഭൂമിയുടെ പോർഷനിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ മഴ ലഭിക്കുന്നതുമില്ല, നമുക്ക് നിഴൽ പ്രദേശമായി നിൽക്കുകയും ചെയ്യുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ മുഖ്യമായും മഴ കൊണ്ടുവരുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. പടിഞ്ഞാറൻ തീരസമുദ്രത്തിലൂടെ ഗുജറാത്തിലേക്ക് പ്രവേശിക്കുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ അറബിക്കടൽ ശാഖ ആരവല്ലി പർവ്വതനിരയ്ക്ക് സമാന്തരമായി കടന്നു പോകുന്നതിനാൽ രാജസ്ഥാന്റെ ഉൾപ്രദേശങ്ങളിൽ പ്രവേശിക്കുന്നില്ല. അതിനാൽ ഈ മഴക്കാറ്റുകളിൽ നിന്നും ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ മേഖല, പ്രത്യേകിച്ച് രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിൽ മഴ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി അതുപോലെ തന്നെ തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ ബംഗാൾ ഉൾക്കടൽ ശാഖ സഞ്ചാരഗതിയും അതുപോലെ തന്നെയാണ്. ഹിമാലയൻ പർവ്വതത്തിന് സമാന്തരമായി നീങ്ങുന്ന ഇത് എന്താണ്, പഞ്ചാബ്, ഹരിയാന പ്രദേശങ്ങളിലാണ് മഴ ലഭിക്കുന്നത്. രാജസ്ഥാൻ ഭാഗത്ത് അപ്പോഴും മഴ ലഭിക്കുന്നില്ല.
ഇതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ നിന്നും വരുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ ബംഗാൾ ഉൾക്കടലിൽ നിന്നും വരുന്ന ഒരു ശാഖയുണ്ട്. അതെന്താണ് സംഭവിക്കുന്നത്? ഹിമാലയ പർവ്വതത്തിന് സമാന്തരമായി കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന ഈ കാറ്റിനെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആരവല്ലി പർവ്വതനിരകൾ തടഞ്ഞു നിർത്തുന്നു. അതിനാൽ ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ നിന്നും ഥാർ മരുഭൂമിക്ക് ലഭിക്കുന്നില്ല. നമ്മൾ ആ പിക്ചർ കാണിച്ചു തന്നെ അവർ സെന്റൻസ് ആയി എഴുതിയിരിക്കുന്നേ ഉള്ളൂ. അതുപോലെ ഈ പ്രദേശത്തിലെ ഉയർന്ന ബാഷ്പീകരണ തോതും വരണ്ട കാറ്റും മഴ പെയ്യുന്നതിനുള്ള സാധ്യത കുറയ്ക്കുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം അതേ അന്തരീക്ഷ സ്ഥിതി തുടരുന്ന ഏതൊരു ഭൂപ്രദേശവും ഈ ഊഷാര മണലാരണ്യമായി മാറുമല്ലോ. ഇതെല്ലാമാണ് നമ്മുടെ ഥാർ മരുഭൂമിയിൽ മഴ ലഭിക്കാതിരിക്കുന്നതിന് പ്രധാന കാരണമായി വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഥാർ മരുഭൂമിയെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നതാണ് മരുസ്ഥലി എന്ന് പറയുന്നത്, അതായത് വരണ്ട സമതലം എന്ന് പറയുന്നത്. അടുത്തതാണ് രാജസ്ഥാൻ ഭാഗർ എന്ന് പറയുന്നത്, അതായത് അർദ്ധ മരുഭൂമി മേഖല. അതായത് ചെറുതായിട്ട് അവിടെ ഒരു ജലാംശം ഉണ്ട്. അപ്പൊ നമുക്കിന്നത് ഓരോന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. മരുസ്ഥലി എന്ന് പറയുമ്പോഴും ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ് തുടങ്ങിയവയാൽ നിർമ്മിതമായ തടശിലകൾ അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായ മണൽ പരപ്പുകളാണ് മരുസ്ഥലി. ഇവിടുത്തെ അടിസ്ഥാന ശിലകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ തുടർച്ചയായി കണക്കാക്കുന്നു. ഈ പ്രദേശത്തിന്റെ ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്നും 200 മീറ്റർ മുതൽ 250 മീറ്റർ വരെയാണ്. അതായത് പ്രധാനമായും അവിടെ കാണുന്ന എന്തൊക്കെയാണ്? ഒന്ന് ഗ്രാനൈറ്റ് ഉണ്ട്, അതേപോലെ തന്നെ നൈസ് എന്ന് പറയുന്നത് ഉണ്ട്, ഇനിയാണെങ്കിൽ ഷിസ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. ഗ്രാനൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൗമോപരിതലത്തിൽ എത്തുന്നതിന് മുമ്പ് മാഗ്മ ഭൗമാന്തർഭാഗത്ത് വെച്ച് തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന പരൽ രൂപ ശിലകളാണ് ഗ്രാനൈറ്റ് ശിലകൾ എന്ന് പറയുന്നത്. എന്നാൽ നൈസ് ശിലകൾ എന്താണ്? ഗ്രാനൈറ്റ് ശിലകളുടെ ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ രൂപം കൊള്ളുന്ന ശിലകളാണ് നൈസുകൾ എന്നറിയപ്പെടുന്നത്. ഷിസ്റ്റ് ശിലകൾ എന്താണ്? മുഖ്യമായും അവസാദങ്ങൾക്ക് കായാന്തരീകരണം, അതായത് ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾ സംഭവിച്ച് രൂപം കൊള്ളുന്ന ശിലകളാണ് ഷിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഈ ശിലകളാൽ സമ്പന്നമായ ഭാഗമാണ് മരുസ്ഥലി എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 200 മീറ്റർ മുതൽ 250 മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നവയാണ്. പൊതുവെ മരുസ്ഥലികളുടെ കിഴക്കുഭാഗം പാറക്കെട്ടുകൾ നിറഞ്ഞാണ്. എന്നാൽ നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകൾ പടിഞ്ഞാറ് ഭാഗത്തെ സവിശേഷതയാണ്. ഇത്തരം മണൽക്കൂലകൾ പ്രാദേശികമായിട്ട് ഇതിനെ അറിയപ്പെടുന്ന ദ്രിയാൻ എന്ന പേരിലാണ്. ആ പേരൊന്ന് നോട്ട് ചെയ്യുക. അതായത് മരുസ്ഥലിയിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക മണൽക്കൂന വിഭാഗമാണ് ദ്രിയാൻ എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ ടൈപ്പാണ് രാജസ്ഥാൻ ഭാഗം, അതായത് അർദ്ധ മരുഭൂമി എന്ന് പറയുന്നത്. ആരവല്ലി പർവ്വതനിര വരെ വ്യാപിച്ചു കിടക്കുന്ന ഥാർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം, ഇതിപ്പം നമ്മൾ പറഞ്ഞതാണ് പടിഞ്ഞാറൻ ഭാഗമാണ്. നമ്മൾ പടിഞ്ഞാറൻ ഭാഗത്താണ് ഈ പറയുന്ന മരുസ്ഥലി എന്ന് പറയുന്ന പോർഷൻ നിൽക്കുന്നത്. അതേസമയം കിഴക്ക് ഭാഗത്ത് എന്താണ്? രാജസ്ഥാൻ ഭാഗറാണ്. ഥാർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗത്തെ ഒരു അർദ്ധ വരണ്ട സമതലമാണിത്. ഇവിടെയാണെങ്കിൽ കുറച്ചും കൂടി, അതായത് മറ്റേ മരുസ്ഥലിയേക്കാൾ കുറച്ചും കൂടി ഫലഭൂഷ്ടമായതാണ്. കാരണം കുറച്ചും കൂടി ജലത്തിന്റെ അംശം ഇവിടെയുണ്ട്. ഈ പറയുന്ന ഭാഗത്തെ ഇവിടുത്തെ ഫലഭൂഷ്ടമായ തുരുത്തുകളിൽ കൃഷി സാധ്യമാകുന്നു. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിലേക്ക് ഒഴുകി ഇവിടുത്തെ പ്രധാന നദിയാണ് ലൂണി എന്ന് പറയുന്നത്. ലൂണി എന്ന് പറയുന്നത് ഒരു കാലികമായി മാത്രം നീരൊഴുക്കുക, അതായത് പ്രത്യേക കാലയളവിൽ മാത്രമേ, എപ്പോഴും അതിനകത്ത് വെള്ളമില്ല, ചില കാലങ്ങളിൽ മാത്രം, അതായത് നമ്മുടെ മഴക്കാലം അങ്ങനെ കാലങ്ങളിൽ മാത്രമാണ് ലൂണി നദിയിൽ ജലമുണ്ടാകുകയുള്ളൂ. ഈ ജലം ഉപയോഗിച്ചാണ്, ലൂണി നദിയാണ് പ്രധാനമായും ഇവിടുത്തെ നദി, മരുസ്ഥലിയിൽ നദി എന്ന് പറയുന്നത്. ലൂണിയിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചുകൊണ്ട് അവിടെ ജലസേചനം നടത്തി കൃഷിക്ക് യോഗ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ അർദ്ധ മരുഭൂമി എന്ന് പറയുന്നത്. ഈ ലൂണി നദിയുടെ വടക്കുള്ള മണൽ പരിപ്പിനെ ആണ് നമ്മൾ താലി എന്നറിയപ്പെടുന്നത്. താലി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. മരുസ്ഥലി എന്ന് പറയുന്നതിലെ പ്രധാന നദിയാണ് ലൂണി നദി എന്ന് പറയുന്നത്. ലൂണി നദിയിലെ വടക്കു ഭാഗത്തുള്ള മണൽ പരപ്പിനെ അറിയപ്പെടുന്നത് ആണ് താലി എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ലൂണി നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അജ്മീറിനടുത്തുള്ള
ആരവല്ലി പർവ്വതനിരയിൽ നിന്നുമാണ് ലൂണി നദി ഉത്ഭവിക്കുന്നത്. മഴക്കാലത്ത് മാത്രമേ ഈ നദിയിൽ നീരൊഴുക്കുണ്ടാവാറുള്ളൂ. ലിൻഡി, സുക്രു, ജവായി തുടങ്ങിയവയാണ് പ്രധാന പോഷക നദികൾ. അത് അറിഞ്ഞിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഇതുവരെയും ചോദിച്ചിട്ടില്ല. ഇനി ചോദിക്കില്ല എന്ന് ഉറപ്പൊന്നുമില്ല. പക്ഷെ ലൂണി നദിയുടെ പോഷക നദികളൊന്നും ഇതുവരെയും ചോദിച്ചിട്ടില്ല. മരുസ്ഥലത്തിൽ അല്ലെ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഇതിനൊക്കെ ലൂണി നദിയെ പറ്റി ചോദിച്ചിട്ടുള്ളൂ. ഉപ്പ് നദി എന്നർത്ഥം വരുന്ന ലവണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നുമാണ് ഈ നദിക്ക് എന്ന പദം ലഭിച്ചത്. ഏകദേശം 482 കിലോമീറ്റർ ദൂരം പിന്നിട്ട് ഈ നദി റാൻ ഓഫ് കച്ചിൽ ചേരുന്നു. അതായത് അജ്മീറിനടുത്തുള്ള ആരവല്ലി പർവ്വതനിരയിൽ നിന്നും ഉത്ഭവിച്ച റാൻ ഓഫ് കച്ചിൽ ചെന്ന് അവസാനിക്കുന്ന മരുഭൂമിയിലെ നദി എന്നറിയപ്പെടുന്ന നദിയാണ് ലൂണി നദി എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, ഇവിടെ ഒരുപാട് ഉപ്പ് തടാകങ്ങളുണ്ട്. ആ ഉപ്പ് തടാകങ്ങളിലെ ഏറ്റവും വലിയ തടാകമാണ് സാമ്പാർ തടാകം എന്ന് പറയുന്നത്. രാജസ്ഥാനിലെ സാമ്പാർ തടാകത്തിനെ പറ്റി ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലവണാംശമുള്ള തടാകം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും വലിയ ഉപ്പ് തടാകം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ സാമ്പാർ തടാകമാണ്. അത് ഈ പറയുന്ന രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഈ പറയുന്ന നമ്മുടെ മരുഭൂമിയിൽ കാറ്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് ഈ മണൽത്തിട്ടകളിലും മണലിലും ഒക്കെ അടിച്ച് പല രൂപങ്ങളും സൃഷ്ടിക്കുന്നുണ്ട്. ഇനി ആ രൂപങ്ങളിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ചിത്രത്തിൽ പല ടൈപ്പുള്ള പിക്ചറുകൾ കാണുന്നുണ്ട്. അത് എന്താണെന്ന് നോക്കാം. ചുഴറ്റി വീശുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണലിനെ ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു. ഇത്തരത്തിൽ കാറ്റിലൂടെ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്ന അപരദന പ്രക്രിയയാണ് അപവഹനം അഥവാ ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്. ഒരേ ദിശയിൽ ശക്തമായി കാറ്റ് വീശുമ്പോൾ അപവഹന പ്രക്രിയയിലൂടെ ആഴം കുറഞ്ഞ ഗർത്തങ്ങൾ രൂപം കൊള്ളാറുണ്ട്. ഈ ഗർത്തങ്ങളെയാണ് നമ്മൾ അപവഹന ഗർത്തങ്ങൾ അഥവാ ഡിഫ്ലഷൻ ഹോളോസ് എന്നറിയപ്പെടുന്നത്. അതിവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു ഗർത്തം, അതായത് നമ്മൾ കാറ്റ് വീശുന്നത് ആ മണൽ അവിടെ നിന്ന് ഇങ്ങനെ തൂത്തെടുത്തോണ്ടങ്ങ് പോകും. അപ്പൊ അവിടെ ജസ്റ്റ് ഒരു ഗർത്തം പോലെ ഉണ്ടാകുന്നു. അതിനെയാണ് നമ്മൾ അപവാഹന ഗർത്തങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് ഗുഹകളെ പറ്റിയാണ് പറയുന്നത്. എന്താണെന്ന് നോക്കാം. തുടർച്ചയായി സംഭവിക്കുന്ന അപവാഹന പ്രക്രിയയുടെ ഫലമായി കാലക്രമേണ ശിലകളിൽ ഗുഹകൾ രൂപപ്പെടാറുണ്ട്. ശക്തമായി വീശുന്ന കാറ്റ് വഹിച്ചുകൊണ്ടുവരുന്ന മണൽത്തരികൾ മറ്റ് ശിലാപദാർത്ഥങ്ങളും മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ ശക്തിയായി ഉരസുന്നു. ഇത്തരത്തിൽ ശിലകൾക്ക് തേയ്മാനമുണ്ടാകുന്ന അപരദന പ്രക്രിയയാണ് നമ്മൾ ഘർഷണം എന്ന് വിളിക്കുന്നത്. കാറ്റിന് ശിലാപദാർത്ഥങ്ങളുടെ വലുപ്പത്തിനനുസരിച്ച് ഒരു നിശ്ചിത ഉയരം വരെ മാത്രമേ ഉയർത്താൻ കഴിയൂ. അതിനാൽ മരുഭൂമികളിലെ ശിലകളിൽ അപഘർഷണ തീവ്രത ഒരു നിശ്ചിത ഉയരം വരെ കൂടുതലായിരിക്കും. അപഘർഷണ തീവ്രത കൂടിയ ഭാഗങ്ങളിൽ കൂടുതൽ തേയ്മാനം, ഘർഷണം കൂടി വരുമ്പോൾ തേയ്മാനം കൂടുമല്ലോ സ്വാഭാവികമായും. അവിടെ തേയ്മാനം കൂടുതലായിരിക്കും. അങ്ങനെ തേയ്മാനം കൂടുതൽ സംഭവിച്ചിട്ട് കൂൺ സമാനമായ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നു. ഇതിനെയാണ് നമ്മൾ കൂൺ ശിലകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കൂൺ ശിലകളുടെയും ഒരു പിക്ചർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുഹയുടെ ചിത്രവും കാണിച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കൂൺ ശിലകളുടെയും ഗുഹയുടെയും ചിത്രം ഒന്ന് നോക്കാം. ഇതാണ് അപവഹന ഗർത്തം. അത് നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞു. ഇനി ഇതാണ് ഗുഹകൾ എന്ന് പറയുന്നത്. കൂണിന്റെ രൂപത്തിൽ രൂപീകരിച്ചിരിക്കുന്നു. അതാണ് കൂൺ ശിലകൾ എന്ന് പറയുന്നത്. ഇനി മണൽമേടുകൾ എന്താണെന്ന് നോക്കാം. മണൽമേടുകളെ കാറ്റിന്റെ നിക്ഷേപണ പ്രക്രിയയിലൂടെ ധാർ മരുഭൂമിയിൽ രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളോ ഓരോ കാര്യങ്ങളും നമുക്ക് പഠിച്ചു. ഇനി അടുത്ത കുറച്ച് ഭൂരൂപങ്ങളും കൂടി ഉണ്ട്. ഇങ്ങനെ കാറ്റിന്റെ ഡയറക്ഷൻ വെച്ചിട്ടും ആ കാറ്റ് മണലിനെ വഹിച്ചുകൊണ്ട് പോകുന്നതിന്റെ ഫലമായിട്ട് കുറച്ച് ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കുറച്ച് ഡീറ്റെയിൽസും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെ നീക്കം ചെയ്യപ്പെടുന്ന മണൽത്തരികൾ കാറ്റിന്റെ വേഗത കുറയുമ്പോഴോ കാറ്റിന്റെ സഞ്ചാരത്തിന് തടസ്സം ഉണ്ടാകുമ്പോഴോ താഴേക്ക് വീഴുന്നു. ഇത്തരത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന മണൽത്തരികൾ കുന്നുകൂടി പല ആകൃതിയിലും വലുപ്പത്തിലും ഓരോ ഭൂരൂപങ്ങൾ നിക്ഷേപിക്കപ്പെടുന്നുണ്ട്. ഇവയാണ് മണൽമേടുകൾ എന്നറിയപ്പെടുന്നത്. ആ മണൽമേടുകളെ പറ്റി നോക്കാം. മരുഭൂമിയിലെ വിവിധ ആകൃതിയിലും വലുപ്പത്തിലും മണൽമേടുകൾ രൂപം കൊള്ളുന്നു. കാറ്റിന്റെ നിക്ഷേപണ പ്രക്രിയയിൽ കുന്നുകൂടുന്ന അയഞ്ഞ മണൽ കൂനകളാണിവ. ധാർ മരുഭൂമിയിൽ രൂപം കൊള്ളുന്ന വിവിധ മണൽ കൂനുകളുടെ ചിത്രങ്ങളാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ബർക്കൻസ് ചന്ദ്രക്കലയുടെ ആകൃതിയിൽ. ഇപ്പൊ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ചന്ദ്രക്കലയുടെ ആകൃതിയിലല്ലേ ഇത് നിൽക്കുന്നതെന്ന് നോക്കിക്കേ. അങ്ങനെ രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളെയാണ് ബർക്കൻസ് എന്ന് പറയുന്നത്. ഇനി പരാബോളിക് മണൽമേടുകൾ ഉണ്ടാകുന്നു. ഒരു പരാബോളിക് ഷേപ്പിലെ പരാബോളിക് മണൽമേടുകൾ ഉണ്ടാകുന്നു. അടുത്താണ് സീഫുകൾ.
അനുദൈർഘ്യ മണൽമേടുകള്, രേഖീയ മണൽമേടുകള്, വിലങ്ങൽ മണൽമേടുകള്, ഇതൊക്കെയാണ് പ്രധാനമായും രൂപം കൊള്ളുന്ന മേടുകൾ. കാറ്റിന്റെ ദിശയും വേഗതയും ഒക്കെ അനുസരിച്ച് രൂപം കൊള്ളുന്ന ഡിഫറെന്റ് ടൈപ്പ് ഭൂരൂപങ്ങളാണ് അത്. നമ്മൾ മരുഭൂമി എന്ന് പറയുമ്പോൾ ഒന്നുമില്ലാത്ത ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ മരുഭൂമിയിലും ചില പച്ചപ്പുകളൊക്കെ ഉണ്ട്. കാണുന്ന പ്രദേശങ്ങളെയാണ് നമ്മൾ മരുപ്പച്ചകൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, മരുപ്പച്ചകൾ എന്നറിയപ്പെടുന്നത്. ഇനി മരുപ്പച്ചകൾ എന്താണെന്ന് നോക്കാം. മരുഭൂമി പ്രദേശത്ത് ശുദ്ധജല സ്രോതസ്സിൽ രൂപം കൊള്ളുന്ന ഫലഭൂയിഷ്ടമായ പ്രദേശമാണ് മരുപ്പച്ചകൾ എന്നറിയപ്പെടുന്നത്. അതായത് അത്യാവശ്യം ശുദ്ധജല സ്രോതസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതാണ് മരുപ്പച്ചകൾ എന്ന് പറയുന്നത്. അതിന്റെ വലിപ്പത്തിലൊക്കെ ഓരോ മരുപ്പച്ചയും വലിപ്പത്തിലും ഷേപ്പിലും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. പരുത്തി, നാരക ഇനത്തിലുള്ള സസ്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ഗോതമ്പ്, ചോളം എന്നിവ സാധാരണയായി ഈ പറയുന്ന സ്ഥലങ്ങൾ കൃഷി ചെയ്യാറുണ്ട്. ഇനി ഇതിന്റെ കാലാവസ്ഥയിലേക്ക് കിടക്കുകയാണെങ്കിൽ ഏകദേശം ഥാർ മരുഭൂമിയിൽ നമ്മുടെ കാലാവസ്ഥയൊക്കെ തന്നെയാണ് അനുഭവപ്പെടുന്നത്. അതായത് മാർച്ച് മാസത്തോടെ ഥാർ മരുഭൂമിയിൽ വേനൽക്കാലം ആരംഭിക്കുന്നു. പക്ഷെ നമ്മുടെ ഒരു അവസ്ഥയല്ല. ചൂടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ? 40 ഡിഗ്രി മുതൽ ഏകദേശം 45 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അവിടുത്തെ ചൂട് അനുഭവപ്പെടുന്നത്. ആ സമയങ്ങളിൽ അവിടെ ഒരു വരണ്ട കാറ്റുമുണ്ട്. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. നോർത്ത് ഇന്ത്യയിലെ ഉഷ്ണ കാലാവസ്ഥയിൽ അനുഭവപ്പെടുന്ന വരണ്ട കാറ്റിന് നമ്മൾ ലൂ എന്ന് പറയുന്നു. ആ കാറ്റും അവിടെ വീശുന്നുണ്ട്. ഇനി ജൂൺ മാസം ആകുമ്പോഴത്തേക്കും വേനൽക്കാലം അവസാനിക്കുന്നു. നമ്മുടെ അവസാനം ജൂൺ മാസം ആകുമ്പോഴേക്കും തുടങ്ങില്ലേ, അതുപോലെ തന്നെ അവിടെയും വേനൽക്കാലം അവസാനിക്കുന്നു. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ ഥാർ മരുഭൂമിയിൽ മഴക്കാലം ഇവിടെ സെയിം തന്നെയാണ് മഴ. പിന്നെ അവിടെ ലഭിക്കുന്ന മഴയുടെ അളവെന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ആരവലി നിരക്ക് കിഴക്ക് ഏകദേശം 76.2 സെന്റിമീറ്റർ വാർഷിക വർഷതാപം ലഭിക്കുമ്പോൾ പടിഞ്ഞാറ് ഥാർ മരുഭൂമിയുടെ പ്രദേശങ്ങളിൽ ലഭിക്കുന്നത് 25 സെന്റിമീറ്ററിലും കുറവാണ്. നമുക്ക് പറഞ്ഞില്ല, 2 ടൈപ്പ് ഥാർ മരുഭൂമിയിൽ 2 ടൈപ്പ് ഉണ്ട്. അതായത് ശരിക്കും മരുസ്ഥലി എന്ന് പറയുന്ന ഭാഗവും അർദ്ധ മരുഭൂമി എന്ന് പറയുന്ന ഭാഗവും ഉണ്ട്. അതിനകത്ത് ഈ മരുസ്ഥലി എന്ന് പറയുന്ന ഭാഗം 75 സെന്റിമീറ്ററിലും കുറവാണ് അവിടെ മഴ ലഭിക്കുന്നത്. ഏകദേശം 76.2 സെന്റിമീറ്റർ ലഭിക്കുന്നതാണ് നമ്മൾ അർദ്ധ മരുഭൂമി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ 2 ഭാഗത്ത് 2 ടൈപ്പിലാണ് മഴ ലഭിക്കുന്നത്. അത് ആരവല്ലി പർവ്വതനിരയാണ് അതിന് കാരണവും. ഇനി മൺസൂണിന്റെ പിൻവാങ്ങൽ കാലമായി കാണപ്പെടുന്നത് ഏതാണ്? അത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. നമ്മുടെ ഇതുപോലെ തന്നെ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം അത് ഏതാണ്? നമ്മുടെ വടക്ക് പടിഞ്ഞാറ് മൺസൂൺ എന്നറിയപ്പെടുന്നത്. ഡിസംബർ മാസത്തോടെ ഥാർ മരുഭൂമിയിലെ ശൈത്യകാലവും ആരംഭിക്കും. അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ നമ്മളേക്കാൾ ഒരുപാട് താഴ്ന്ന ടെമ്പറേച്ചറാണ്. 5 ഡിഗ്രിക്കും 10 ഡിഗ്രി സെൽഷ്യസിനും ഇടയ്ക്കാണ് അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. മാസത്തോടുകൂടി ശൈത്യകാലം അവസാനിക്കുന്നു. സെയിം അവസാനം മാർച്ച് മാസമാകുമ്പോൾ ചൂട് കൂടുന്നു. ഇനി നമ്മൾ മണ്ണിനങ്ങളിലേക്ക് കിടക്കുകയാണ്. മരുഭൂമിയിലെ പ്രധാന മണ്ണ് ഏതാന്ന് വെച്ചാൽ അത് വരണ്ട മണ്ണ് തന്നെയാണ്. അതായത് ഥാർ മരുഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും അതിവിശാലമായ മണൽ പരപ്പുകളാണ്. ചിലയിടങ്ങളിൽ മണൽ നിറഞ്ഞ മണ്ണും കാണപ്പെടുന്നുണ്ട്. മരുഭൂമിയിലെ അഥവാ വരണ്ട മണ്ണ് എന്നാണ് നമ്മൾ മരുഭൂമിയിലെ മണ്ണിനെ പൊതുവെ പറയപ്പെടുന്നത്. അതായത് വരണ്ട മണ്ണ് എന്ന പേരിലാണ്. അവിടെ ലവണാംശം വളരെ കൂടുതലായിരിക്കും. മഴ കുറവായതിനാൽ മണ്ണ് ക്ഷാരഗുണമുള്ളതുമാണ്. ഈ മണ്ണിന് പ്രത്യേകിച്ചൊരു കൃഷിക്കും അനുയോജ്യമല്ല. എന്നാലും ജലസേചനത്തോടൊക്കെ ചെറിയ ചെറിയ കൃഷികളൊക്കെ നടത്താറുമുണ്ട്. ഇവിടെ കാണപ്പെടുന്ന പ്രധാന സസ്യജാലങ്ങൾ അതായത് കള്ളിമുൾ ചെടിയും അതുപോലെയുള്ള ചെടികളാണ് കൂടുതലും ഇവിടെ കാണുന്നത്. മാംസളമായ കാണ്ഡത്തോടു കൂടിയതും ഇലകൾ തീരെയില്ലാത്തതുമായ ധാരാളം മുള്ളുകൾ നിറഞ്ഞതുമായ കള്ളിമുൾ ചെടികൾ ആണ് ഈ ചിത്രത്തിൽ നമ്മളെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ചെടികളാണ് കൂടുതലായും കാണപ്പെടുന്നത്. പിന്നെ മുൾച്ചെടികളുമുണ്ട്. അതുപോലെ തന്നെയാണെങ്കിൽ കുറ്റിക്കാടുകളും ഉണ്ട്. മുൾച്ചെടികളും കുറ്റിക്കാടുകളും ഒക്കെ ധാരാളമായി കാണപ്പെടുന്നു. സാധാരണ ഒരു മരുപ്രദേശത്ത് കാണപ്പെടുന്ന ചെടികളൊക്കെ കൂടുതലും മുള്ളുള്ളതാണ്. കാരണം ജലനഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇലകൾ വളരെ കുറവായിരിക്കും. അപ്പൊ തന്നെ ആ ജലനഷ്ടം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ചെടികളാണ് കൂടുതലും ഇവിടെ കാണപ്പെടുന്നത്. പിന്നെ ജന്തുക്കളെ പറ്റി ചോദിക്കുകയാണെങ്കിൽ തന്നെ ആദ്യം നമുക്ക് അറിയാം, മരുഭൂമിയിലൂടെ പോകുന്ന ആദ്യത്തെ ജീവി എന്താണ്? അത് ഒട്ടകം തന്നെയാണ് വരുന്നത്. അതായത് മരുഭൂമിയുടെ കപ്പൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒട്ടകം തന്നെയാണ് ഇവിടുത്തെ മെയിനുമായിട്ടുള്ള ഒരു ജന്തു എന്ന് പറയുന്നത്. പിന്നെ ചെറിയ ചെറിയ ഉരകങ്ങളും അതേപോലെ തന്നെ തേള്, കീരി അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ ഇവിടെയുണ്ട്. പക്ഷെ മെയിനായിട്ട് കാണുന്നത് ഈ പറയുന്ന ഒട്ടകമാണ്. പിന്നെ ഇന്ത്യയിൽ ഇന്ന് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് സ്പീഷീസുകളുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ജീവി വർഗ്ഗങ്ങളുണ്ട്. ഇന്ത്യൻ ബസ്റ്റാർഡ്, ബ്ലാക്ക് ബക്ക്, കാട്ടുപൂച്ച എന്നിവ ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഒന്ന് അറിഞ്ഞിരിക്കുക, അത് നമ്മുടെ ഥാർ മരുഭൂമിയിലാണ് കാണപ്പെടുന്നത് എന്നുള്ള കാര്യം. മണൽപ്പരപ്പിലെ ജനസംഖ്യ വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ മരുഭൂമിയിൽ ജനസംഖ്യ വളരെ കുറവായിരിക്കും, നമുക്കറിയാം. അത് തന്നെയാണ് അവരും പറയുന്നത്, ജനസംഖ്യ വളരെ കുറവായിരിക്കും. ഇനി കൃഷി ഇനത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ കൃഷി ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയുള്ളൊരു കാര്യമല്ല. എന്നാലും വാണിജ്യാടിസ്ഥാനത്തിൽ ജലസേചന സൗകര്യത്തോടു കൂടി വാണിജ്യാടിസ്ഥാനത്തിൽ ചെറിയ കൃഷികളൊക്കെ ചെയ്യാറുണ്ട്. ബജ്ര, ജോവർ, ഗോതമ്പ്, ചോളം, തിനവർഗ്ഗങ്ങൾ, നിലക്കടല, പരുത്തി എന്നിവയാണ് പ്രധാന കൃഷിയിടങ്ങൾ. ഇനി ഈ പറയുന്ന കൃഷിയൊക്കെ ഇവിടെ ചെയ്യുന്നതിന് ഈ പറയുന്ന ധാർ മരുഭൂമി ഏറ്റവും
നമ്മുടെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി എന്ന് പറയുന്നത്. ഏതാണ്? ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി. ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി രാജസ്ഥാനിലെ ഥാർ മരുഭൂമിയിൽ ജലസേചനത്തിനായി നിർമ്മിച്ചിരിക്കുന്നു. രാജസ്ഥാൻ കനാൽ എന്ന പേരിലും ഇത് അറിയപ്പെടാറുണ്ട്. ഈ പദ്ധതിക്ക് മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയോടുള്ള ആദരസൂചകമായി ഇന്ദിരാഗാന്ധി കനാൽ എന്നെഴുതിയിരിക്കുന്നത്. ഈ പറയുന്ന ഇന്ദിരാഗാന്ധി കനാലാണ് ഥാർ മരുഭൂമിയിലെ പ്രധാന ജലസേചന പദ്ധതി എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് മൃഗപരിപാലനം, അവിടുത്തെ കൂടുതലും ചെമ്മരിയാടുകൾ, അങ്ങനെയുള്ള മൃഗപരിപാലനമൊക്കെയാണ് പറയുന്നത്. പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് തന്നെ അറിയാവുന്ന രാജസ്ഥാൻ മാർബിൾസ് എന്ന് പറഞ്ഞ് നമ്മൾ ഗ്രാനൈറ്റും മാർബിളും ഒക്കെ എടുക്കാറുണ്ട്. അതായത് ഇവിടെ അങ്ങനെയുള്ള സാധനങ്ങൾ ഗ്രാനൈറ്റ്, മാർബിൾ ഇതൊക്കെ ധാരാളമുണ്ട്. അറിഞ്ഞിരിക്കേണ്ട അത്ഭുതമായ താജ്മഹൽ നിർമ്മിക്കുന്നതിന് രാജസ്ഥാനിൽ നിന്നുള്ള മക്രാന മാർബിൾ, ആ നെയിം എല്ലാവരും ഓർത്തിരിക്കുക, മക്രാന മാർബിൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്ന മക്രാന മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഊർജ്ജോൽപാദനം എന്ന് പറയുമ്പോൾ കാറ്റാടിപ്പാടങ്ങൾ, അതായത് നന്നായി കാറ്റ് ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ കാറ്റാടിപ്പാടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ സൗരോർജ്ജത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വിനോദസഞ്ചാരത്തിനെ പറ്റിയും അവിടെ ഒരു നല്ലൊരു വരുമാന മാർഗമാണ് വിനോദസഞ്ചാരം. മരുഭൂമി കാണാൻ വരുന്നവരുടെ വിനോദസഞ്ചാരവും. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അടുത്തൊരു ചാപ്റ്ററുമായി അടുത്ത ക്ലാസ്സിൽ വരുന്നത് വരെ ഓക്കെ, ബൈ, സീ യു അഗെയിൻ.